ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സൈക്കോളജി ഫസ്റ്റ് സെമിസ്റ്റർ തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിനെ സൈക്കോളജിസ്റ്റ് പല രീതിയിൽ ഡിഫൈൻ ചെയ്തതുകൊണ്ട് തന്നെ അതിനൊരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഈ ഫീൽഡ് ഓഫ് സൈക്കോളജിയിലില്ല. കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് 19th സെഞ്ച്വറിയിലായിരുന്നു, ഫ്രം ദ ഐഡിയാസ് ഓഫ് സിഗ്മണ്ട് ഫ്രൂയിഡ് ആൻഡ് വില്യം ജെയിംസ്. സിഗ്മണ്ട് ഫ്രൂയിഡ് അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയിൽ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഐസ്ബർഗ് പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ലാർജ് പോർഷൻ വെള്ളത്തിൻ്റെ താഴെ ആയിരിക്കും. അപ്പം ഹ്യൂമൻ മൈൻഡിൻ്റെ കേസിൽ അദ്ദേഹം പറഞ്ഞത് ഈ ലാർജ് പോർഷന് കോൺഷ്യസ്നെസ്സിൽ നിന്നും ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ്, അതായത് അൺകോൺഷ്യസ് മൈൻഡാണെന്നാണ് പറഞ്ഞത്. എന്നാൽ വില്യം ജെയിംസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞത് മൈൻഡ് ആസ് ഫ്രീലി ആൻഡ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ അദ്ദേഹം വിളിച്ചത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ്. ഇനി അടുത്തത്, കോൺഷ്യസ്നെസ് ഇൻ സൈക്കോളജി റെഫേഴ്സ് ടു യുവർ ഇൻഡിവിജ്വൽ അവെയർനെസ് ഓഫ് യുവർ യുണീക്ക് തോട്ട്സ്, മെമ്മറീസ്, ഫീലിംഗ്, സെൻസേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. നമ്മളെ യുണീക്കായിട്ടുള്ള തോട്ട്സ്, അതുപോലെ മെമ്മറീസ്, ഫീലിങ്സ്, സെൻസേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അവെയർനെസ് ആണ് കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. പിന്നെ ഡ്രീം, സ്ലീപ്പ്, ഹിപ്നോസിസ് ആൻഡ് ഹാലൂസിനേഷൻ, ഇതൊക്കെ കോൺഷ്യസ്നെസ്സിനോട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ് ആണ്. അടുത്തത് കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ് ആൻഡ് പ്രീ കോൺഷ്യസ്. ഇതാണ് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. ഫ്രൂയിഡിൻ്റെ ഐഡിയയിൽ ഇതിനെ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്നാണ് പറയുന്നത്. അതിൽ ഇഡ് എന്താണെന്ന് വെച്ചാൽ, ഇഡിൽ വർക്ക് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇൻ വിച്ച് ഇമ്മീഡിയറ്റ് പ്ലഷർ ഈസ് ദ സോൾ മോട്ടിവേഷൻ ഫോർ ദ ബിഹേവിയർ. ഒരു ബിഹേവിയർ കാണിക്കാനുള്ള ഒരു സോൾ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് പ്ലഷർ സീക്കുക എന്നുള്ളതായിരിക്കും. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇഡിൽ നിന്നുള്ള ഡ്രൈവിംഗ് ഫോഴ്സാണ് നമ്മൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള നീഡ്സും വാണ്ട്സും ഏർജസിൻ്റെ ഒക്കെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ സീക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തത് ഈഗോ ആണ്. ഈഗോ എന്ന് പറയുമ്പം ഇവിടെ റിയാലിറ്റി പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡിൽ നിന്നും വരുന്ന ഇമ്പൾസിനെ നേരെ എക്സ്പ്രസ് ചെയ്യാതെ എക്സ്റ്റേണൽ റിയാലിറ്റി കൂടി കൺസിഡർ ചെയ്യാണ്. അതായത് ഇഡ് ഉണ്ടാക്കുന്ന ആ ബിഹേവിയറിൻ്റെ എക്സ്റ്റേണൽ കൺസിക്വൻസസ് കൂടി നമ്മൾ കണക്കിലെടുക്കുകയാണ്. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ, ഇഫ് എ പേഴ്സൺ കട്ട്സ് യു ഇൻ ദ ട്രാഫിക്, ദ ഈഗോ പ്രിവെൻറ്റ്സ് യു ഫ്രം ചേസിങ് ഡൗൺ ദ കാർ. ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലാവുന്ന സമയത്ത് ഒരാൾ നമ്മളെ കട്ട് ചെയ്തു പോയി. അപ്പോൾ നമുക്ക് അയാളെ ചേസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ റിയാലിറ്റി കൂടെ കൺസിഡർ ചെയ്യാണ്. അല്ലെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഈഗോ ആണ് അങ്ങനെ ചേസ് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇഡിൽ നിന്നും വന്ന ഇമ്പൾസ് നേരിട്ട് ചെയ്യാതെ റിയാലിറ്റി കൂടി കൺസിഡർ ചെയ്തു. അതാണ് ഈഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സൂപ്പർ ഈഗോ ആണ്. ഇതിൽ വർക്ക് ചെയ്യുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. കൂടുതൽ മോറൽ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സൊസൈറ്റിക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതിൽ പ്ലഷർ സീക്കിങ് എന്നതിലുപരി പെർഫെക്ഷനാണ് ഇമ്പോർട്ടൻസ്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പം ഇഡിൽ നിന്നും വരുന്ന ഏർജസിനെയൊക്കെ സപ്രസ് ചെയ്ത് നമ്മൾ ഈഗോ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതിന് എക്സാമ്പിളാണ് ഓണസ്റ്റി, റെസ്പെക്റ്റ്, കൈൻഡ്നെസ് എക്സെട്ര. മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ ആരെങ്കിലും നമുക്ക് വളരെ നല്ലൊരു കാര്യം ചെയ്തു തന്നു. അപ്പോൾ നമ്മളിൽ കൂടുതൽ പേരും വിൽ ഫീൽ ഗുഡ് ആൻഡ് സേ താങ്ക് യു. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. ഇത്രയൊക്കെയാണ് സൂപ്പർ ഈഗോയിൽ വരുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ബയോളജിക്കൽ റിതം. ഇപ്പോൾ ബയോളജിക്കൽ റിതം ആർ ദ നാച്ചുറൽ സൈക്കിൾ ഓഫ് ചേഞ്ചസ് ഇൻ അവർ ബോഡീസ് കെമിക്കൽസ് ഓൺ ഫങ്ഷൻസ്. അതായത് നമ്മുടെ ശരീരത്തിലെ കെമിക്കൽസിൻ്റെ ഫങ്ഷൻസിലെ ചേഞ്ചസിൻ്റെ ഒരു നാച്ചുറൽ സൈക്കിളാണ് ബയോളജിക്കൽ റിതം എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ റിതം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ മാസ്റ്റർ ക്ലോക്ക് പോലെയാണ്. ഈ മാസ്റ്റർ ക്ലോക്ക് ബോഡിയിലുള്ള ബാക്കിയുള്ള എല്ലാ ക്ലോക്സിനെയും കണ്ടീഷനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ലോക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രെയിനിൽ ഐസിൻ്റെ നെർവ്സ് ക്രോസ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുകളിലായിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് thousands ഓഫ് നെർവ് സെൽസ് ദാറ്റ് ഹെൽപ്പ് സിങ്ക് യുവർ ബോഡി ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്.
തൗസൻഡ്സ് ഓഫ് നെർവ് സെൽസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ ബോഡിയിലുള്ള ഫങ്ഷൻസും ആക്ടിവിറ്റീസും ഒക്കെ സിങ്ക് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ യോജിപ്പിക്കാനായിട്ട്. ഇനി അടുത്തത് 4 ടൈപ്പ് ഓഫ് ബയോളജിക്കൽ റിതംസ് ആണ് നമ്മളെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ സർക്കാഡിയൻ റിതം, സെക്കൻഡ് വൺ ഡയേണൽ റിതം, തേർഡ് വൺ അൾട്രാഡിയൻ റിതം ആൻഡ് ഫോർത്ത് വൺ ഇൻഫ്രാഡിയൻ റിതം. അതിലെ സർക്കാഡിയൻ റിതം അതൊരു ടൈപ്പ് ഓഫ് ബയോളജിക്കൽ റിതമാണ്. സ്പെസിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ റിതമാണ്. It is driven by the circadian clock in our body, which is a molecular mechanism in hypothalamus. അതായത് ഈ സർക്കാഡിയൻ റിതം നയിക്കുന്നത് ഒരു സർക്കാഡിയൻ ക്ലോക്കാണ്. ഈ ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്കുലർ മെക്കാനിസം ഇൻ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഈ സർക്കാഡിയൻ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ തലാമസിലുള്ളൊരു മോളിക്കുലർ മെക്കാനിസമാണ്. സെർക്ക എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്നാണ് മീനിങ്. DM എന്ന് പറഞ്ഞാൽ ഡേ എന്നാണ്. പിന്നെ ഈ സർക്കാഡിയൻ റിതം കൺട്രോൾ ചെയ്യുന്നത് സെയ്റ്റ് ജെബൻസ് ആണ്. ZEITGEBENS. ഇനി ഈ സർക്കാഡിയൻ റിതം റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സ്ലീപ്പിംഗ് പ്ലസ് ഫീഡിങ് പാറ്റേൺസ്, അതുപോലെ അലേർട്ട്നെസ്, അതുപോലെ ബോഡി ടെമ്പറേച്ചർ, ബ്രെയിൻ ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ ഹോർമോൺ പ്രൊഡക്ഷൻ ആൻഡ് മെനി അതർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. പിന്നെ ഈ സർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു 24-hour സൈക്കിൾ. നമ്മളെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളൊക്കെ ഈ സർക്കാഡിയൻ റിതമാണ്. ഇനി അടുത്ത ടോപ്പിക്ക് സ്റ്റേജസ് ഓഫ് സ്ലീപ്പാണ്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ഇൻവോൾവ്സ് മസിൽ റിലാക്സേഷൻ, റെഡ്യൂസ് ഇൻറ്ററാക്ഷൻ വിത്ത് സറൗണ്ടിങ്സ് ആൻഡ് ഓൾസോ മിനിമൽ സെൻസറി ആക്ടിവിറ്റി. മസിൽ റിലാക്സ്ഡ് ആവും നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ സറൗണ്ടിങ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഒക്കെ വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ സെൻസറി ആക്ടിവിറ്റിയും വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇവൻ നമ്മൾ ആരെങ്കിലും ടച്ച് ചെയ്ത പോലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അറിയുന്നുണ്ടാവില്ല ചിലർക്ക്. അപ്പം സ്ലീപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് 2 സ്റ്റേജസ് ആയിട്ട് പറയാം. REM സ്ലീപ്പുണ്ട്, NREM സ്ലീപ്പുണ്ട്. REM എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, NREM എന്ന് പറഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. അതിലാദ്യം NREM സ്ലീപ്പിൻ്റെ പറയാം. NREM സ്ലീപ്പിൽ 3 സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. N1 സ്ലീപ്പ്, N2 സ്ലീപ്പ് ആൻഡ് N3 സ്ലീപ്പ്. അതിൽ N1 സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. നമ്മൾ ഉറക്കത്തിലേക്ക് ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് മസിൽ ആക്ടിവിറ്റീസൊക്കെ റെഡ്യൂസ്ഡ് ആവും. അതുപോലെ നമ്മളെ ഐസ് സ്ലോലി മൂവ് ചെയ്യും. ഇപ്പോൾ ഈ N1 സ്ലീപ്പ് എന്താണ്? ഒരു ലൈറ്റ് സ്ലീപ്പാണ്. ഒരു സഡൻ നോയ്സ് കേട്ടാൽ തന്നെ നമ്മൾ ഉണരും. ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും ഉണർന്നിരിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. അതായത് നമ്മൾ ചില സമയത്ത് ഉറങ്ങുന്ന സമയത്ത് കണ്ണ് അടക്കുക തുറക്കുക. അപ്പോൾ സ്ലീപ്പിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, ആ ഒരു സ്റ്റേജാണിത്. ഈ ഒരു സ്റ്റേജിൽ ബ്രെയിൻ എമിറ്റ് ചെയ്യുന്നത് ആൽഫ വേവ്സ് ആണ്. ഇനി അടുത്ത സ്റ്റേജ് N2 സ്ലീപ്പാണ്. അടുത്ത സ്റ്റേജാണ് N2 സ്ലീപ്പ്. ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡി ട്രൂലി സ്ലീപ്പ് ചെയ്യുകയാണ്. ഈ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ സമയവും ഉറക്കത്തിനായിട്ട് ചിലവഴിക്കുകയാണ്. അബൌട്ട് 40-50% നമ്മൾ ഉറക്കത്തിലായിരിക്കും. അതുപോലെ ഈ ഒരു സ്റ്റേജിൽ നിന്നും എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. മസിൽ ആക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ കോൺഷ്യസ് അവയർനെസ്സിൽ നിന്നും പോയി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റേജ് N3 സ്ലീപ്പാണ്. ഇതാണ് ഡീപ്പ് സ്ലീപ്പ്. ഈ സ്റ്റേജിൽ ഐ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, അതുപോലെ മസിൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഈ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അതായത് ഒരു മന്ദപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ സ്റ്റേജിൽ ബ്രെയിൻ എമിറ്റ് ചെയ്യുന്നത് ഡെൽറ്റ വേവ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് NREM സ്ലീപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തതാണ് REM സ്ലീപ്പ്. REM സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ആണ്. ഈ സ്റ്റേജിൽ എന്താണ്? മസിൽസ് ക്വിറ്റ് ആൻഡ് നോൺ മൂവ് ചെയ്യുന്നില്ല, ഒരു പാരലൈസ്ഡ് ഫോം ആയിരിക്കും. അതുപോലെ ഐ മൂവ്സ് റാപ്പിഡ്ലി, കണ്ണ് റാപ്പിഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്റ്റേജിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും വിവിഡ് അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രീംസിനെ നമ്മൾ റീകോൾ ചെയ്യും. അപ്പം കൂടുതലായിട്ടും ഡ്രീംസൊക്കെ ഈ REM സ്ലീപ്പിലാണ് വരുന്നത്. പിന്നെ ഒരു സ്ലീപ്പ് സൈക്കിളിൽ തന്നെ പല തവണയായിട്ട് REM സ്ലീപ്പ് ഒക്കെ അറിയുന്നുണ്ട്. അതായത് ഒരു നൈറ്റിൽ തന്നെ പല തവണയായിട്ട് REM സ്ലീപ്പ് നടക്കും. പിന്നെ ഈ ഒരു REM സ്ലീപ്പിൽ ആരെങ്കിലും പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റും ബ്രീത്തിങ് റേറ്റൊക്കെ ഇറഗുലർ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പാണ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതിലുപരി സ്ലീപ്പ് നമ്മളെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമാണ്. സ്ലീപ്പിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിപ്രൈവേഷനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്ലീപ്പ് ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കമില്ലായ്മ. ആ ഒരു കണ്ടീഷനെയാണ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ എന്ന് പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത്
നമ്പർ ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സുകളൊക്കെ അറിയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്പോർട്ട് ദ ഹെൽത്തി ഫങ്ഷൻ ഓഫ് ദി ബ്രെയിൻ ആൻഡ് ഓവറോൾ ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ ഓവറോൾ ഫിസിക്കൽ ഹെൽത്തും അതുപോലെ ബ്രെയിനിൻ്റെ ഹെൽത്തി ഫങ്ഷനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സുകളൊക്കെ ചിൽഡ്രൻസിലും അഡോളസൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഇനി ബ്രെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്ലീപ്പ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫങ്ഷൻ ഓഫ് ബ്രെയിൻ ബൈ ഫോമിങ് ന്യൂ പാത്വേസ് ആൻഡ് പ്രോസസ്സിങ് ഇൻഫർമേഷൻസ്. പുതിയ പാത്വേസ് ഫോം ചെയ്യാനും അതുപോലെ ഇൻഫർമേഷൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാനൊക്കെ ആയിട്ട് സ്ലീപ്പ് സഹായിക്കുന്നുണ്ട്. റിസർച്ചേഴ്സൊക്കെ കാണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സഫിഷ്യൻ്റായിട്ട് സ്ലീപ്പ് കിട്ടുന്ന ഒരാളിൽ മെമ്മറിയും ലേണിംഗും ഒക്കെ ഇമ്പ്രൂവ് ആകും. അതുപോലെ അറ്റൻഷനും ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു ഇൻഡിവിജ്വലിന് ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ പല ഫിസിക്കൽ ചേഞ്ചസും ഒക്കർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിൻ്റെ ഫങ്ഷനും ആക്ടിവിറ്റീനൊക്കെ അത് ആൾട്ടർ ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഇൻസഫിഷ്യൻറ്റ് സ്ലീപ്പായിട്ടുള്ള കിട്ടുന്ന ആളുകളിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലും കൺട്രോളിങ് ഇമോഷൻസ് അതുപോലെ കോപ്പിംഗ് വിത്ത് ദ ചേഞ്ച് ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കൺട്രോളിങ് ഇമോഷൻസ്, നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുപോലെ കോപ്പിംഗ് വിത്ത് ദ ചേഞ്ച്, മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു എബിലിറ്റി അതുണ്ടാവില്ല. അതൊക്കെ കുറവായിരിക്കും, അവർക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ലാക്ക് ഓഫ് സ്ലീപ്പ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഡിപ്രഷൻ, സൂയിസൈഡ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. സ്ലീപ്പ് കിട്ടാത്തവരിലുള്ളതാണ് ഡിപ്രഷനും സൂയിസൈഡും അതുപോലെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ഇനി സ്ലീപ്പിന് മെമ്മറിയുമായിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്ലീപ്പ് പ്ലേസ് ആൻ എസെൻഷ്യൽ റോൾ ഇൻ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി ആൻഡ് ദ സെലക്ഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റിമുലൈ റിസീവ്ഡ് ത്രൂ ഔട്ട് ദ ഡേ. അപ്പോൾ സ്ലീപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെമ്മറിയൊക്കെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ദിവസത്തിൽ ഒരുപാട് സ്റ്റിമുലസ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയതിനെ സെലക്ട് ചെയ്യാനായിട്ടും ഈ സ്ലീപ്പ് ഒരു എസെൻഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സ്ലീപ്പ് ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. സ്ലീപ്പ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ ബോഡി, particularly in the healing and repair of the cell such as those in cardiovascular system. അപ്പോൾ സ്ലീപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സെൽസ് റിപ്പയർ ചെയ്യുക, അതുപോലെ സെൽസ് ഹീൽ ചെയ്യുക, പെർട്ടിക്കുലർലി കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനൊരു റോള് സ്ലീപ്പിനുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അത്യാവശ്യമാണ്. അതുപോലെ ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ സ്ലീപ്പിനൊരു റോളുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഫിസിക്കൽ ഹെൽത്തിൽ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് REM സ്ലീപ്പ്. അപ്പോൾ REM സ്ലീപ്പ് ഈസ് ലിങ്ക്ഡ് ടു എക്സ്ട്രീംലി വിവിഡ് ഡ്രീമിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ REM സ്ലീപ്പിലാണ് വിവിഡ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കെ ഒക്കർ ചെയ്യുന്നത്. അതുപോലെ REM സ്ലീപ്പിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഉണർന്നു കഴിഞ്ഞാൽ ഒരു വിവിഡ് ആയിട്ടുള്ള എലാബറേറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡ്രീമിനെ അവർ റീകോൾ ചെയ്യും. അപ്പോൾ REM സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു മേജർ സോഴ്സ് ഓഫ് ഡ്രീമാണ്. പിന്നെ ഈ REM സ്ലീപ്പ് ഹയർ ഓർഡർ ബ്രെയിൻ ഫങ്ഷൻസിലും ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ REM സ്ലീപ്പിൽ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ REM സ്ലീപ്പിൽ ഒരു സ്ട്രോങ് ലോസ് ഓഫ് മസിൽ ടോൺ, മസിൽസൊക്കെ ഒരു പാരലൈസ്ഡ് ഫോം ആയിരിക്കും. അതുപോലെ ഹാർട്ട് ആൻഡ് ബ്രീത്തിങ് റേറ്റിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ ഫേഷ്യൽ ട്വിച്ചസിലും ജെർക്കിംഗ് ഓഫ് ലിംസ് ഇതിലൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാകും. ഫേഷ്യൽ ട്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന വിറയൽ, ജെർക്കിംഗ് ഓഫ് ലിംസ് എന്ന് പറഞ്ഞാൽ കൈയും കാലൊക്കെ ഇങ്ങനെ അനക്കുമല്ലോ, അപ്പോൾ അതിലൊക്കെ അതായത് ജെർക്കിംഗ് ലിംസ് ആൻഡ് ഫേഷ്യൽ ഇതിലൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് REM സ്ലീപ്പിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് REM സ്ലീപ്പ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്. സ്ലീപ്പിങ്ങുമായി റിലേറ്റഡ് ആയി നിൽക്കുന്ന ഡിസോർഡറുകൾ. ഫസ്റ്റ് പറയുന്നത് ബ്രൂക്സിസം. അതെന്താണ്? ടീത്ത് ഗ്രൈൻഡിങ് ആണ്, പല്ല് കടിക്കുക. ഇതിൻ്റെ കോസായിട്ട് പറയുന്നത് എക്സസീവ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നല്ല സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായതും കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അവേക്ക് ബ്രൂക്സിസവും സ്ലീപ്പ് ബ്രൂക്സിസവും ഉണ്ട്. അവേക്ക് ബ്രൂക്സിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് അൺകോൺഷ്യസ് ആയിട്ട് അങ്ങനെ പല്ല് കടിക്കുന്നത്. സ്ലീപ്പ് ബ്രൂക്സിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിലാവുന്ന സമയത്ത് പല്ല് കടിക്കുന്നത്. മൈൽഡായിട്ടുള്ള ബ്രൂക്സിസ് ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊന്നുമില്ല. എന്നാൽ ഇത് ഫ്രീക്വൻ്റ് ആൻഡ് സിവിയർ ആവുന്ന സമയത്ത് പല ജോ ഡിസോർഡേഴ്സും അതുപോലെ ഹെഡ് ഏക്സും വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് കാരണമാകും. ഇനി അടുത്തൊരു സ്ലീപ്പിംഗ് ഡിസോർഡറാണ് നർക്കോലെപ്സി, NARCOLEPSY.
ഇതിൻ്റെ കോസ് പറയുന്നത് അബ്നോർമാലിറ്റീസ് ഇൻ ദ പാർട്സ് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കൺട്രോൾ REM സ്ലീപ്പ്. REM സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ബ്രെയിൻ പാർട്ടിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുമ്പോഴാണ് നർക്കോലെപ്സി ഉണ്ടാകുന്നത്. നർക്കോലെപ്സി ഉള്ളവർക്ക് എന്താണ് ഡേ ടൈം ഡ്രോസിനസ് ആയിരിക്കും. ഡ്രോസിനസ് എന്ന് പറഞ്ഞാൽ എന്തൊരു മയക്കം. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് ഇത്തരത്തിൽ നർക്കോലെപ്സി ഉള്ളവർക്ക് ഇൻഓപ്പർച്യൂൺ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ പോലും അവർ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോകും, പെട്ടെന്ന് ഉറങ്ങിപ്പോവുക. ചിലപ്പോൾ അവർ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് പെട്ടെന്ന് ഉറങ്ങിപ്പോവുക. അവരെന്താണ് മോസ്റ്റ് സ്പെൻഡ് ദെയർ ഡേയ്സ് ഇൻ വിയേർഡ് മിഡിൽ ഗ്രൗണ്ട് ഓഫ് സ്ലീപ്പ്. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്ന മെഡിക്കേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നർക്കോലെപ്സിൽ പറയുന്നത്. ഇനി അടുത്തൊരു സ്ലീപ്പിംഗ് ഡിസോർഡറാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം. അപ്പം ഈ ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ ലിംസൊക്കെ ഇങ്ങനെ അനക്കാനായിട്ടുള്ളൊരു ഏർജ്. ഇതിൻ്റെ കോസസ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് കോസ് എന്താണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ എക്സ്പേർട്സ് ഒന്നും അത്ര ഷുവർ അല്ല, പക്ഷെ എന്നാലും ഹെറിഡിറ്റി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രഗ്നൻറ്റ് വുമൻസിലൊക്കെയാണ് ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം കൂടുതലായിട്ടും കാണുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് ആൻ ഇറസിസ്റ്റബിൾ ഏർജ് ടു മൂവ് ദ ലിംസ്, നോട്ട് ജസ്റ്റ് ലെഗ്സ്, ഓഫൺ ഒക്കേഴ്സ് ഇൻ ദ ഈവനിങ് ഓർ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് റെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ കാലും ലിംസൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു ഇറസിസ്റ്റബിൾ ഏർജ്. അതാണ് ഇതിൻ്റെ സിംറ്റമായിട്ട് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് റെഗുലർ എക്സസൈസ് ചെയ്യുക, അതുപോലെ ആൽക്കഹോൾ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മെഡിക്കേഷൻ. ഇതൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തൊരു സ്ലീപ്പിംഗ് ഡിസോർഡറാണ് സ്ലീപ്പ് അപ്നിയ. സ്ലീപ്പ് അപ്നിയ ഉണ്ടാവാനുള്ളൊരു കാരണം കോസായിട്ട് പറയുന്നത് എ കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ബ്ലോക്കേജ് ഓഫ് ദി ത്രോട്ടിൽ എന്താണ് ഒരു തൊണ്ടയിൽ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ബ്ലോക്കേജ് വരിക. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് ഡേ ടൈം സ്ലീപ്പിനെസ്, രാവിലെ പകൽ സമയത്തും ഉറക്കം വരിക എന്നുള്ളതാണ്. അതുപോലെ മോർണിംഗിൽ ഹെഡ് ഏക്ക് വരിക, എക്സസീവ്ലി ലൗഡ് സ്നോറിങ്, ഭയങ്കര ലൗഡായിട്ട് കൂർക്കം വലിക്കുക, ഗ്യാസ്പിംഗ്, ചോക്കിംഗ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറങ്ങുന്ന സമയത്ത് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാവുക. ത്രോട്ടിൽ ബ്ലോക്കേജ് ആണല്ലോ, അപ്പം ആ സിംറ്റംസൊക്കെ ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് CPAP. CPAP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. ഈ CPAP എന്ന് പറയുന്ന ഒരു മെഷീനാണ് വിച്ച് കീപ്സ് എ പേഴ്സൺസ് ത്രോട്ട് ഓപ്പൺ വിയ എ സ്റ്റഡി സ്ട്രീം ഓഫ് എയർ. ത്രോട്ടിനെ ഓപ്പൺ ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്നൊരു മെഷീനാണ് CPAP എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സ്ലീപ്പിംഗ് ഡിസോർഡറാണ് ഇൻസോംനിയ. അത് ഉണ്ടാവാനുള്ളൊരു കാരണം കോസായിട്ട് പറയുന്നത് ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ്, മെഡിക്കേഷൻസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. അപ്പോൾ എന്താണ് ഹൈ ലെവൽ ഓഫ് സ്ട്രെസ്സ്, നല്ല സ്ട്രെസ് ഉണ്ടാവും, അതുപോലെ മെഡിക്കേഷൻസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ്, ഈ കാരണങ്ങളെ കൊണ്ടാണ് ഇൻസോംനിയ ഉണ്ടാകുന്നത്. ഇൻസോംനിയ ഉള്ള ഒരാൾക്ക് അവർക്ക് ഉറക്കത്തിലേക്ക് പോകാനും അതുപോലെ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് ഫാറ്റിഗ്, ലോ എനർജി, ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് മൂഡ് ഡിസ്റ്റർബൻസസ്. ഈ ഇൻസോംനിയ ഉള്ള ആളുകൾക്ക് എപ്പോഴും ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും സ്ലീപ്പിൻ്റെ കാര്യത്തിൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, മെഡിക്കേഷൻ ആൻഡ് സ്ലീപ്പിംഗ് പിൽസ്. പക്ഷേ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് ഡ്രീമാണ്, സൈക്കോ ഡൈനാമിക് വ്യൂ. ഡ്രീമിൻ്റെ സൈക്കോ ഡൈനാമിക് വ്യൂ ആണ്. അപ്പോൾ ഈ ഡ്രീമിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങിയ ആദ്യത്തെ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹത്തിൻ്റെ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് സപ്പോർട്ട് ദ ഐഡിയ ദാറ്റ് ദ ബിഹേവിയർ ഈസ് എ റിസൾട്ട് ഓഫ് അൺകോൺഷ്യസ് ഫോഴ്സസ് ഇൻ വിച്ച് ദർ ഈസ് എ ലിറ്റിൽ കൺട്രോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് പ്രകാരം ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അയാളുടെ അൺകോൺഷ്യസ് ഫോഴ്സസിൽ നിന്ന് വരുന്ന റിസൾട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ബിഹേവിയറിനെ പറഞ്ഞത്. അപ്പോൾ ഈ വ്യൂ പ്രകാരം ഡ്രീംസും അതുപോലെ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നാവിലൂടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഡ്രീമും സ്ലിപ്പ് ഓഫ് ദ ടങ്ങൊക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആക്ച്വൽ ഫീലിങ്സിൻ്റെ റിസൾട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്യൂ പ്രകാരം പറയുന്നത്. ഫ്രോയിഡിൻ്റെ ഈ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ടു ഡ്രീമിങ് ഒരു പുതിയ തിയറിയിലേക്ക് എത്തിച്ചു, തിയറി ഓഫ് അൺകോൺഷ്യസ് വിഷ് ഫുൾഫിൽമെൻറ്റ്. ഈ തിയറിയുടെ പിന്നിലുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഡ്രീംസ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു ഡ്രീമർക്ക് സബ് കോൺഷ്യസ്ലി ഫുൾഫില്ല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷസിനെയാണ് ഈ ഡ്രീംസ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഫ്രൂയിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഡ്രീം എന്ന് പറയുമ്പോൾ അതിൽ അയാളുടെ ഡ്രീമിലൊരു വ്യക്തമായിട്ടുള്ളൊരു മീനിങ്, ഒരു അർത്ഥം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാനിഫെസ്റ്റ് മീനിങ് ഉണ്ട്, അതുപോലെ ഒരു ലാറ്റൻ മീനിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാനിഫെസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒബ്വിയസ് മീനിങ് ബിഹൈൻഡ് എ ഡ്രീം ആൻഡ് ദ ലാറ്റൻ മീനിങ് ഈസ് ദ ഹിഡൻ മീനിങ്. അപ്പോൾ മാനിഫെസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമായ മീനിങ് ആണ്, ആ ഒരു ഡ്രീമിൻ്റെ പിന്നിലുള്ള വ്യക്തമായ ഡ്രീമിങ്. എന്നാൽ ലാറ്റൻറ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ഹിഡൻ മീനിങ് ആണ്. അതുപോലെ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായത് ഒരു പേഴ്സൻ്റെ തോട്ടും ഫീലിങ്ങും മെമ്മറീസൊക്കെ അവരുടെ ഡ്രീമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ആയിട്ടും അതുപോലെ സിമ്പലൊക്കെ ആയിട്ടാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രീമിൻ്റെ സൈക്കോ ഡൈനാമിക് വ്യൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. ബാക്കി നെക്സ്റ്റ് പാർട്ട് 2-ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റു ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. താങ്ക്